ഗതകാല സ്മരണകൾ അയവിറക്കുന്നതിനിടയിൽ ഒരു കാലത്ത് മലയാളക്കരയിലെ മുത്തച്ഛന്മാരുടെയെല്ലാം നാവിൻ തുമ്പിൽ അവരറിയാതെ കടന്നു വന്നിരുന്ന ഒരു പ്രളയകഥയുണ്ട്. പണ്ടെങ്ങോ മലയാളക്കരയിൽ ഒരു പ്രളയമുണ്ടായത്രേ. അന്നത്തെ മലയാള കലണ്ടർ പ്രകാരം അവരതിനെ 99 വെള്ളപ്പൊക്കം എന്ന് വിളിച്ചു വന്നു. ഓരോ ജനസമൂഹത്തിനും ഇത്തരത്തിലുള്ള ഓരോ പ്രളയകഥകളെങ്കിലും പറയാനുണ്ടാവുമെന്ന കാര്യം തീർച്ച തന്നെ. ഇത്തരം ചില പ്രളയകഥകൾ ആര്യകഥകളിലെല്ലാം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. പെട്ടെന്നുള്ള മഞ്ഞുരുകൽ ധ്രുവമേഖലയിൽ പ്രളയമുണ്ടാക്കുന്നു. ആര്യകഥകളിൽ പരാമർശിക്കപ്പെടുന്ന മഹാപ്രളയകഥയിലെ നായകന്മാരായ മനോവും നോഹയുമെല്ലാം ഒരുപക്ഷെ ഒരാൾ തന്നെ ആയിക്കൂടുന്നില്ല. ഭൂമിയുടെ വടക്കൻ മേഖലയിൽ എവിടെയോ എന്നോ ഉണ്ടായ ഒരു മഹാപ്രളയമായിരിക്കാം ആര്യന്മാരെ യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും ഇതര മേഖലകളിലേക്കും പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കടലിന്റെ മക്കളുടെ ചരിത്രത്തിലെങ്ങും ഇത്തരത്തിലുള്ള പ്രളയകഥകളില്ല, പലായനങ്ങളുമില്ല. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി എന്നതാണ് അവരുടെ പ്രമാണം. കരയിൽ കടൽ കയറിയാൽ അവരുടെ തോണി അതിനു മുകളിൽ തന്നെ ഉണ്ടാവും. മഹാപ്രളയങ്ങൾ ഒരിക്കലും കടലിന്റെ മക്കളെ ഭയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്നവർ ഭയപ്പെടുന്നു. കടലിനെയും തിരമാലകളെയും വെള്ളത്തെയും അവർ ഭയപ്പെടുന്നു. 16ാമത്തെ വയസ്സ് മുതൽ കടൽ പണിക്ക് പോകുന്ന ആൾ, 54 വയസ്സ്. ആ 26ാം തീയതിയിലെ കടൽ കണ്ട് ഞാൻ ഭയന്നിരിക്കും. എനിക്ക് കടലോട് കാണാൻ ഭയം. ആ വീട് നിന്ന സ്ഥലമെങ്കിലും പോയി കാണാനുള്ള ഭയം ഉണ്ട്. അത് പറഞ്ഞിരിക്കാൻ വയ്യ. അത് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന അത്ര ഒരു ഭീകരതയാണ് അത് വരുന്ന കണ്ടപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു. തീരത്തെ അടിച്ചു തകർക്കുന്നു. ഇതാ ഇവിടെ ഈ തീരത്ത്, നമ്മുടെ കേരള തീരത്ത് മഹാപ്രളയത്തിന്റെ ഒരു തീരദേശ കഥ കൂടി രചിക്കപ്പെടുകയാണ്. അവരുടെ ചരിത്രത്തിലും മറക്കാനാവാത്ത ഒരു മഹാപ്രളയം ആവർത്തിച്ചിരിക്കുന്നു. കടലമ്മ ചതിക്കുമോ? കടലമ്മ ചതിക്കത്തില്ല. അത് ഞങ്ങളുടെ തന്തമാരുള്ള കാലത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന്റെ പുറത്താണ് കടൽ കഴിഞ്ഞു. കടലമ്മ ചതിക്കത്തില്ലെന്നുള്ള ഓർമ്മയാണ് നമുക്കുള്ളത്. കടലമ്മ ചതിക്കില്ല, അവർ ആവർത്തിക്കുന്നു. പിന്നെ ആരാണ് ചതിച്ചത്?
ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്ക് സമീപം കടലിലുണ്ടായ ഭൂകമ്പത്തിന്റെ കാഠിന്യം 8.9 എന്നാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഹിരോഷിമയിൽ വർഷിച്ച തരത്തിലുള്ള 10,000 അണുബോംബുകൾ ഒരുമിച്ച് സ്ഫോടനം നടത്തിയാൽ ഉണ്ടാകുന്നതിന് തുല്യമായ ഊർജമാണ് ഈ ഭൂകമ്പം പുറത്തുവിട്ടത്. ഇതിനെ തുടർന്നാണ് വിനാശകാരിയായ സുനാമി രൂപമെടുത്തത്. ബോംബ് പൊട്ടുന്ന പോലുള്ള ഒരു സൗണ്ടായിരുന്നു പൊട്ടൽ. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് അതങ്ങ് നിന്നു. 1 മിനിറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് അതങ്ങ് നിന്നു. പൊട്ടുന്ന കണ്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഒഴുകി വരുക വെള്ളം. അല്ലാതെ ഈ തിരയടിച്ചൊഴുകി വരുമല്ലായിരുന്നല്ലോ, പൊങ്ങി. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അങ്ങ് പൊങ്ങി അങ്ങ് ഒഴുകി അങ്ങ് പോയി. അപ്പോൾ ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അനിയത്തിയും ഭർത്താവും കൊച്ചും കൂടെ വന്ന കാറ് വീടിൻ്റെ മുകളിൽ കൂടെ പൊങ്ങി ആ വീടിൻ്റെ കിഴക്കുവശത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ തട്ടിയാണ് നിന്ന് മറ്റേ കയ്യിലിരുന്ന കുഞ്ഞങ്ങ് ഒഴുകി അങ്ങ് പോയി. അതിനെ കിട്ടിയില്ലായിരുന്നു. മറ്റേ മോനങ്ങ് മരിച്ചിരുന്നു. കൈ പിടിവിട്ടില്ല. കുഞ്ഞിനെ ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു. ശ്വാസം മുട്ടി ഇവിടം വരെ വെള്ളമല്ലേ മുകളിൽ വരെ. അപ്പോഴത്തേക്കും കുഞ്ഞങ്ങ് ശ്വാസം മുട്ടി മരിച്ചിരുന്നു. കൈ കടലിങ്ങനെ ഓടിഞ്ഞ് വന്നപ്പോഴത്തേക്കും നോക്കിയിട്ട് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കുണ്ട്. അയ്യോ നിങ്ങൾക്ക് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഞാനൊരു തെങ്ങി കുറേ കയറ് കെട്ടിക്കിടന്നു. ആ കയറിനകത്ത് വിളവായിട്ട് പിടിച്ചോണ്ട് ഞാൻ വിളിവെച്ചിട്ട് ആൾക്കാർ കാണുന്നു. ഈ മതിലിൻ്റെ പുറത്തും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ആൾക്കാർ കാണുന്നു. ഞാൻ ഈ തെങ്ങ് പിടിച്ചോണ്ട് കിടന്ന് ഇങ്ങനെ വിളി വയ്ക്കുന്നത്, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ അമ്മ, എൻ്റെ മരകളമ്മ എന്നൊന്നും ഇങ്ങനെ കരങ്ങ് വരുമ്പോൾ കടലിങ്ങോട്ട് വന്നിങ്ങനെ അങ്ങ് അടിക്കുക. കൈ വിട്ടില്ല. അങ്ങനെ വന്ന് കയറിന് കൈ ഇങ്ങനെ ഇളകി വരുന്നു. ലാസ്റ്റ് ഞാൻ വീഴുമെന്ന് എനിക്ക് സ്വയം എത്തുന്നു. അപ്പോൾ എൻ്റെ മക്കളെ എന്നൊരു വിളി. സെക്കൻഡുകൾക്കുള്ളിൽ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ആ പെട്ടെന്നുള്ള ആ ഒരു നിമിഷത്തിൽ കടലിങ്ങനെ വെള്ളം ശരിക്കും പൊങ്ങിയിട്ട് വീടിനേക്കാൾ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ പൊക്കത്തിലുള്ള ഉയരത്തിൽ വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകി ഭയങ്കര ശക്തമായിട്ട് വരികയാണ്. തെങ്ങിലടിച്ചവനാ ഞാൻ. ഈ സുമാങ്ങി വന്നു 100 തെങ്ങിൽ അടിച്ചാണ് ഞാൻ 2 കൊല്ലം കിഴക്ക് പോയി. ഞാൻ ഏറ്റവും പടിഞ്ഞാററ്റത്ത് താമസിക്കുന്നതാണ്. ഈ 5-ാം വാർഡ്. ആ 5-ാം വാർഡ് വീടാ ഭാഗികമായിട്ട് പോയി. വീട് പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയി. സർവ്വ തെങ്ങിലും അടിച്ച് നോക്ക് സാറ്, വാദം മുതൽ ഇവിടെയൊക്കെ പൊട്ടി, ചുണ്ടെല്ലാം പൊട്ടി, മൂക്ക് പൊട്ടി, എല്ലാം പൊട്ടി. പിടിച്ചാരും കയറ്റിയില്ല. ഞാൻ എങ്ങും കയറിയില്ല, ഒന്നിലും പിടിച്ചില്ല. ഞാൻ അങ്ങ് പോയി. ഭഗവാനായിട്ട് തന്നെ പൊക്കി കണ്ണ് കാണത്തക്കോണം വെള്ളത്തിന് മുകളിൽ കണ്ണ് വന്നപ്പോൾ 3-4 കമ്പ് അവിടെ നിന്ന് ആ കമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടു. പിള്ളേരും ഞാനും കൂടെ ഇറങ്ങിയിട്ട് മോൻ ഒരു സൈഡിൽ നിന്ന് വീട് പോകത്തില്ലെന്നും പറഞ്ഞു. മോനെ നിർബന്ധമായിട്ടും വിളിച്ചിട്ട് മോൻ മരുന്നില്ല. അവസാനം ഞങ്ങൾ ശുചിയിൽപ്പെട്ട് പോകുന്ന കണ്ടുകൊണ്ട് മോൻ വന്ന് എൻ്റെ തുണിയൊക്കെ ഞാൻ ഉടുത്തിരുന്ന ഡ്രസ്സുകൾ ആ ചാഞ്ഞ് കിടക്കുന്ന തെങ്ങിലുണ്ട്, സാരിയൊക്കെ. എന്നിട്ട് ഇവിടെ ആയപ്പോൾ എൻ്റെ മക്കളെ കൈവിട്ട് വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നേരത്തെ ഭർത്താവ് നഷ്ടപ്പെട്ടാണ്, ഒരു മകനുണ്ടായിരുന്നു നഷ്ടപ്പെട്ട്. അങ്ങനെ ഞാനും മരിക്കട്ടെന്ന് കൊണ്ട് കൈ വിട്ടുകളഞ്ഞ് പിന്നെ ചാകാനുള്ള വെപ്രാളം വന്നപ്പോൾ വേറെ തെങ്ങ് ഞാൻ കയറി കെട്ടി പിടിച്ച് അരമണിക്കൂർ അവിടെ കിടന്നിട്ട് നോക്കുമ്പോൾ ഈ മക്കളുടെ തല കാണാം എനിക്ക്. അങ്ങനെ നമ്മൾ മക്കളുമായിട്ട് ഓടി എടുക്കാൻ അരമണിക്കൂർ പിടിച്ച്. കാരണം ഇങ്ങോട്ട് വരുന്ന വെള്ളത്തിൽ അങ്ങോട്ട് ചെല്ലണ്ടേ മക്കളെ എടുക്കണമെങ്കിൽ. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ അങ്ങോട്ടും കിടന്നിട്ട് കിഴക്ക് ആയിരറമ്പ് ചെല്ലുന്നത് വരെ ഞങ്ങൾക്ക് ഭയങ്കര എന്തോന്നായിരുന്നു. ഇതിലും മരത്തിലുമൊക്കെ പിടിച്ച് മെല്ലെ ചെല്ലുമ്പോൾ തുണികളൊന്നും വസ്ത്രങ്ങളില്ലായിരുന്നു. വസ്ത്രമൊന്നും വന്നൊരു അഭിമാനമൊന്നും നോക്കിയില്ല. വേറൊരു വള്ളക്കാർ വന്ന് ഈ വള്ളത്തിലെടുത്ത് ഞങ്ങളെ അക്കരെ കൊണ്ടുപോയി. ഈ തുണിയില്ലാത്ത വേഷത്തിലാണ് ഞാൻ
പിന്നെ ചോങ്ങ സ്കൂളിൽ ചെല്ലുമ്പോൾ ദൂരെ നിന്ന് ഈ വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ മുകളിലോട്ട് കവിഞ്ഞൊഴുകി വരുന്ന നമുക്ക് കാണാം. ശരിക്കും വന്നിട്ട് ഞാനും എൻ്റെ നാത്തൂനും കൂടെ നിൽക്കുമായിരുന്നു മോനുമായിട്ട്. എൻ്റെ മോൻ എന്നെ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ തര വന്നപ്പോഴേ മോൻ പറയുന്നുണ്ട് നമുക്ക് അപകടം സംഭവിക്കും, നമുക്ക് പോകാമെന്ന്. എന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. സാധാരണ കടൽ കയറുന്ന ആ രീതിയിൽ തന്നെ കണക്ക് കൂട്ടി. അപ്പോൾ ഈ തര ഇങ്ങനെ വെള്ളം അങ്ങോട്ട് പോകുമ്പോഴൊരു പോലീസ് ജീപ്പ് കടന്നു പോയ പുറകെയാണ് ഇതിങ്ങനെ വന്നത്. ഇത്രയും ഉയരത്തിൽ വന്ന് ശക്തമായിട്ട് ഇടിച്ചിട്ട് ഞങ്ങൾ തെറിച്ചു പോയി. എന്നിട്ട് ചുഴിയിൽപ്പെട്ട് വെള്ളം ചുഴിയിട്ടാണ് ഒഴുകിയത്. മരത്തിലൊക്കെ അടിച്ചിട്ട് കാലിലും കയ്യിലും ഒക്കെ അങ്ങ് ശരിക്കും അപകടമുണ്ട്. എന്നിട്ട് എനിക്കൊരു ചീലാന്തി കിട്ടി. കുറേ അങ്ങ് കായലിൻ്റെ തീരം വരെ ഒഴുകിപ്പോയി. ശ്വാസം മുട്ടിയിട്ട് വെള്ളമൊക്കെ അങ്ങ് ശരിക്കും കുടിച്ച് ഒരു ചീലാന്തി കിട്ടി. അതിൽ പിടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് ഞാൻ ആ രക്ഷപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളെല്ലാം പോയി. ഒരു അണ്ടർ സ്കർട്ടുണ്ട്, അത് രണ്ടായിട്ട് പൊളർന്നു പോയി. എന്നിട്ട് ഞാൻ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കിടന്നൊഴുകുകയാണ് എൻ്റെ അടിത്തട്ടിൽ, ഈ താഴെ കൂടെയൊക്കെ. എന്നിട്ട് എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത്ര ഞാൻ വിചാരിച്ചു എൻ്റെ ജീവൻ അങ്ങ് പോകുമായിരിക്കും. അത്ര ശ്വാസം മുട്ടിട്ട് ശരിക്കും വെള്ളമൊക്കെ കുടിച്ച്. പിന്നെ എൻ്റെ വടക്കേ വീട്ടിലെ മരിച്ച ആ ചെറുക്കൻ്റെ ഭാര്യ മരിച്ചു, 2 മക്കൾ മരിച്ചു. ആ പയ്യനാണ് എന്നെ രക്ഷിച്ച് അപ്പുറത്തക്കരയ്ക്കാക്കിയത്. ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ആദ്യം കയറി ഇങ്ങനെ ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഭാഗത്ത് വന്നിട്ട് അപ്പോൾ ഞങ്ങളൊരു വലിയ അതിശയം പോലെയാണ്. ഇത്രയും ഇങ്ങനെ നിരന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും പൊങ്ങി വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീടുണ്ട്, അവിടെ കുറേ കല്ലുമൊക്കെ പുറക്കിട്ട് ഇങ്ങനെ നിൽക്കുക. വീണ്ടും വെള്ളം നല്ല രീതിയിൽ പറ്റിപ്പോയപ്പോഴത്തേക്ക് നല്ല രീതി ഒരു 150 മീറ്ററോളം പറ്റിയപ്പോഴത്തേക്ക് ഈ കല്ല് പണ്ട് തെളിഞ്ഞ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ സുഹൃത്തുക്കളെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് ഞണ്ടൊക്കെ പിടിച്ച് കിറ്റിലിട്ട് നിന്നപ്പം വെള്ളം ചെറുതായിട്ട് വീണ്ടും പൊങ്ങി വന്നു. അപ്പോൾ ഞങ്ങളവിടെ പോലീസുകാരൊന്ന് കയറാൻ പറഞ്ഞു. കയറിയിട്ട് അവരൊന്ന് പോയി. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കയറി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ദൂരെ നിന്ന് കാണാം ഒരു വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു കാഴ്ചയാണെന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോഴത്തേക്ക് ഈ എത്തും തോറും നല്ല രീതിയിൽ വെള്ളം പൊങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഈ തൊട്ടടുത്തെത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും എടുത്ത് ഓടി. ഈ കടലിലെ വെള്ളം പറ്റി കാണുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു 2-3 കിലോമീറ്റർ അങ്ങ് പടിഞ്ഞാറിട്ട് പറ്റിയിട്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ കരയുന്നുണ്ട്. ഓടിയപ്പോഴത്തേക്ക് ഈ നമ്മൾ അങ്ങ് എത്തുന്നതിന് മുമ്പേ ഒന്ന് തിരയിലടിച്ച് ആ സുഹൃത്ത് അവിടെ അടിച്ച് മരിക്കുകയും ചെയ്തു. ഞാൻ വേറെ സുഹൃത്തിന് പരിക്കുണ്ടായി, എനിക്കും കുറേയൊക്കെ പരിക്കുണ്ടായി. ഞങ്ങൾ പിന്നെ പിന്നെ ഒരു തെങ്ങിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി മേലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കടലാണ്. ഞങ്ങൾ തെങ്ങിൻ്റെ മേലോട്ട് കയറി മേളിൽ പൊങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു മിനിറ്റോളം ഞങ്ങൾക്ക് ശ്വാസം കിട്ടാൻ വെള്ളത്തിനടിയിലായി പോയി. ചുഴിയായി സംഭവം ചുഴിയാകാണ്. അങ്ങനെ മേളിലെത്തിയപ്പോൾ മൊത്തം കടലാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ടെൻഷനായിപ്പോയി, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന് വെള്ളം നല്ല ശക്തിക്ക് പ്രഷറെല്ലാം വലിച്ചു കൊണ്ടുപോയി. ഞങ്ങളെല്ലാം ഇങ്ങനെ തെങ്ങിനകത്ത് പല കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ വെള്ളം വലിഞ്ഞു പിന്നെ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി. കുറേ ആൾക്കാരെ രക്ഷിച്ച്. പിന്നെ പരിക്കേറ്റ ഒരു 6-7 പേരെ ഞങ്ങളുടെ കൈകളിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. കാരണം വേറെ വള്ളങ്ങളില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വെള്ളം പോലും കൊടുക്കാൻ വെള്ളമില്ല. അതിന് ഉപ്പുവെള്ളമൊക്കെ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. ഒരു 12 മണിയായപ്പോൾ ഒരു ചെറിയ പൊങ്ങൽ കയറി. 10:30 മണിയായപ്പോൾ അപ്പോൾ ആളെല്ലാം പടിയായിട്ട് ഇത് കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ കടൽ ശാന്തമായിട്ട് ഇടക്കല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വെള്ളം കയറി നിരക്കാൻ വേണ്ടി ആൾ നിന്നാൽ വെള്ളം കയറി അങ്ങ് ഒഴുകി പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെള്ളം മൊത്തം പടിഞ്ഞാറോട്ടങ്ങ് പിടിച്ച് കടലിലെ വെള്ളം. ഇത് വെള്ളത്തിന് അവിടെ എല്ലാം കരയായി. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി വീണ്ടും ആളിൽ എല്ലാം കൂടെ പാഞ്ഞു നിന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നത് ആർക്കും അറിയത്തില്ലല്ലേ. അപ്പോൾ നമ്മുടെ മോള് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. സാധനം വന്ന് അടിച്ച് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ല. എല്ലാവരും പല ഒഴുകിക്കോട്ട് പോകുകയായിരുന്നു. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെ കണ്ണടച്ച് തുറക്കുന്നതുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പ്രദേശത്ത് നിന്നവരെല്ലാം പുഴയിലാണ് ഒഴുകിപ്പോയത് മൊത്തം ആളുകൾ. അങ്ങനെ വീടുകൾ പൊളിഞ്ഞ് വന്ന് അടിച്ചൊക്കെ ഈ ആളുകൾ മരിച്ചത് കൂടുതലും. തെങ്ങിനേക്കാളും ഉയരത്തിലാണ് ഇത് വരുന്നത്. ഒരെണ്ണമുള്ളൂ ഇങ്ങനെ ഒടിയുന്നില്ല. ഇങ്ങനെ മല വരുന്ന എണ്ണം വരികയാണ്. മല വന്ന് അതുപോലെ തന്നെ കരയിലിടാൻ കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ സീവാളിൻ്റെ പുറത്തുനിന്ന് കല്ലുകളൊക്കെ കിഴക്ക് പോയത്. അങ്ങനെ വന്ന് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ചെറിയ ക്ഷേത്രം എല്ലാം അതുപോലെ അങ്ങ് പോയി പുറത്തോട്ട്.
വെളുപ്പിന് 6:29 സുമാത്ര ദ്വീപിനടുത്തുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ സ്ഥാനത്തു നിന്നും ഏകദേശം 1600 കിലോമീറ്റർ ദൂരമുള്ള ശ്രീലങ്കയിലും ഇന്ത്യൻ തീരത്തും സുനാമി എത്തിയത് 2 മണിക്കൂറിന് ശേഷമാണെങ്കിൽ കേരള തീരത്ത് സുനാമി എത്തിയത് 4 മണിക്കൂറിന് ശേഷം മാത്രമാണ്. അതായത് മുന്നറിയിപ്പ് നൽകേണ്ടവർ അത് യഥാസമയം നൽകിയിരുന്നെങ്കിൽ അനേകരുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പ് തരാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10:45 ഈ പറയുന്ന വേളാങ്കണ്ണി പള്ളിയിൽ വെള്ളം ഇടിച്ചു കയറി 12,500 ഒരു വെള്ളത്തിനകത്ത് കുടുങ്ങിപ്പോയി എന്ന് ടി വിയിൽ വാർത്ത ഉണ്ടായ സമയത്ത് തീരദേശവാസികൾ സൂക്ഷിക്കണമെന്നോ ശ്രദ്ധിക്കണമെന്നോ ഒരു അനൗൺസ്മെൻറ്റ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഭീമമായ നഷ്ടമുണ്ടാകില്ല. ഞങ്ങളുടെ ഈ ചുറ്റളവിൽ 50 മീറ്റർ ചുറ്റളവിൽ 72 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 50 മീറ്റർ ചുറ്റളവ് ഞങ്ങളുടെ ഈ പ്രദേശം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ സമ്പാദിച്ച് വെച്ച കംപ്ലീറ്റ് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നമ്മുടെ വീട്ടു സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയി. ഞങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു 15 ലക്ഷം രൂപ നഷ്ടം വന്ന കാലമാണ്. ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ പിന്നെ പ്രൊബേഷൻ SI ശ്രീകൃഷ്ണ സാറ് അങ്ങനെ അവർ 2 ജീപ്പിലായിട്ട് ഇവിടെ പോലീസ് പാർട്ടി എത്തി ഈ തീരം മുഴുവൻ പണ്ടാരത്തുരുത്ത് മുതൽ അഴീക്കൽക്ക് കുഴി വരെയുള്ള എല്ലാ ഏരിയയിലും അവർ കവർ ചെയ്ത ആൾക്കാരെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അവരും അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം സർക്കാരിൽ നിന്നൊന്നും ഒരു സൂചന പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. പോലീസ് വാൻ അങ്ങോട്ട് കടന്നു പോയിട്ട് പോലും ഞങ്ങൾ നിന്നിട്ട് പോലും ഞങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾ പൊയ്ക്കോ അപകടം സംഭവിക്കുമെന്ന്. അല്ലെങ്കിൽ ഒരു നിമിഷം മുന്നേ എങ്കിലും ഓടി കിഴക്കെത്താമായിരുന്നു. ഇത്രയും ശക്തമായ തിരയിലെ നമ്മൾ അകപ്പെടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ ഒരു 5 സ്ത്രീകളെ ഇവിടുന്ന് കയറ്റി, ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റിയായിരുന്നു ആദ്യത്തെ തിരയിലാണ്. ആ സ്ത്രീയെയും കയറ്റി 5 സ്ത്രീകളെയും കയറ്റിക്കൊണ്ട് വിടുന്ന സമയത്താണ് അടുത്ത വലിയ തിര വന്ന് ഈ ജീപ്പ് അടിച്ച് മറിച്ച് കൊണ്ടുവന്നു. പിന്നെ എറണാകുളം SIയും പാർട്ടിയും വന്ന് അവർ ഈ തിരയ്ക്ക് മുന്നേ തന്നെ ഇവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്നപ്പോഴാണ് വലിയ തിര വരുന്നുണ്ട്. പിന്നെ ജീപ്പ് അവർ തിരയേക്കാൾ മുന്നേ ഓടിച്ച് അത് കായൽ തീരത്തേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്നിറങ്ങി അവർ വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഒരു 10-100ഓളം പേരെ വള്ളത്തിലും ബോട്ടിലും ഒക്കെ ആയിട്ട് അക്കരെ എത്തിച്ചിരുന്നു. പിന്നീട് കരുനാഗപ്പള്ളി ഈ സബ് ഡിവിഷനിലുള്ള എല്ലാ സ്റ്റേഷനിൽ നിന്നും പോലീസ് പാർട്ടി എത്തി കായലിനക്കരെ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കുന്നതിനും വാഹനങ്ങൾ എത്തിക്കുന്നതിനും ഒക്കെ ആയിട്ട് സജീവമായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ഇവിടെ ഒരു പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തെങ്ങി കയറി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഒരാളെ പോലും പൊക്കി എടുക്കുകയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയോ ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പിന്നെ 200 പേരെ രക്ഷിച്ചു. ഒരു 200 പോയിട്ട് ഒരു 5 ആളെ പോലും അവർ രക്ഷിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസുകാർ വന്ന് ഞങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് ഈ ബോട്ടിനകത്ത് കയറ്റുന്നത്. കായൽ കൊണ്ടുവന്ന അവിടെ നിന്നാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോലീസുകാരാണ് കൊണ്ടുവന്നത്. പോലീസുകാർ വന്ന് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ബോട്ടിനകത്ത് കയറ്റുന്നത്. കിഴക്ക് കായലിലപ്പോൾ ബോട്ട്, വള്ളം, പിന്നെ ചെറിയ വള്ളങ്ങൾ എല്ലാവരും ആളെ രക്ഷപ്പെടുത്തണമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും അവിടെ വന്നു. അവിടെ നിന്ന് പിന്നെ 1000 തെങ്ങ് കൊണ്ടുവന്ന് അവിടെ നിന്ന് വണ്ടി കയറ്റിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഭൂകമ്പത്തെ മുൻകൂട്ടി പ്രവചിക്കാനുള്ള യാതൊരുവിധ സാങ്കേതിക വിദ്യയും ആധുനിക മനുഷ്യന് ഇനിയും കരഗതമായിട്ടില്ല. എന്നാൽ മൃഗങ്ങളും പക്ഷികളും അപകടം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുന്നു. അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പോലീസല്ല, പ്രകൃതി തന്നെയാണ്. സ്വതന്ത്രരായി വിഹരിക്കുന്ന പക്ഷിമൃഗാദികൾ ആ പ്രദേശത്തു നിന്നും കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. പക്ഷിമൃഗാദികളെപ്പോലെ തന്നെ കടലിന്റെ മുന്നറിയിപ്പുകൾ യഥാസമയം മനസ്സിലാക്കാൻ പ്രാപ്തരായ ചുരുക്കം ചിലരെങ്കിലും ഈ അഴീക്കൽ തീരത്തുമുണ്ടായിരുന്നു. 35 വർഷത്തോളം എനിക്ക് ഇതിനുമായിട്ട് പഴക്കമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു വിളി കേട്ട് ഞാൻ പടിഞ്ഞാറ് റോഡിൽ വന്നപ്പോൾ ഈ റോഡിൻ്റെ മെച്ചം വെള്ളം പൊങ്ങി, കുറേ ഭാഗത്ത് വെള്ളം ഒഴുകി. സ്വല്പ സമയം ഞാനവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം ക്രമാതീതമായിട്ട് പറ്റിപ്പോയി കടൽ കരയാകുന്നു.
അപ്പോൾ കുറേ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇതൊരു അപകടമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് വിളിയും വെച്ചുകൊണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാം കിഴക്കോട്ട് ഓടിച്ചു ഞാൻ അവിടെ നിന്ന് ചടയം തെക്കോട്ട് ഓടി വന്നു. അപ്പോൾ എൻ്റെ ഒരു വള്ളം ഇവിടെ കരക്കിരിപ്പുണ്ടായിരുന്നു, ഫ്ലൈവർ ക്ലാസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 5-6 പേര് ഇരിപ്പുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ കിഴക്കോട്ടങ്ങ് നടന്നു കായൽ തീരത്തോട്ട്. അപ്പോൾ എൻ്റെ വള്ളം കൂടാതെ വേറൊരു വെള്ളം അവിടെ ഇരിപ്പുണ്ട്, നവലിനെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 2 വള്ളം ചടയിൽ നിന്ന് പിടിച്ച് വെള്ളത്തിലിട്ട്. ഇത് അപകടം കണ്ടുണ്ട്, വരുന്നെങ്കിൽ ആരെങ്കിലും രക്ഷിക്കാമല്ലേ. അപ്പോൾ ഇഞ്ചിനൊക്കെ കരക്കിയിരിക്കുകയായിരുന്നു. എല്ലായിടത്തും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ക്രമാതീതമായിട്ട് അങ്ങ് പറ്റിപ്പോയ വെള്ളം നോട്ടത്തിന് പടിഞ്ഞാറിയുന്ന തെങ്ങോളം പൊക്കത്തിൽ ഇങ്ങനെ ഇരച്ച് വരുന്നു. എല്ലാവരും കൂടി വിളിവെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്നതിനുള്ളിൽ ഞങ്ങളവന്ന് അപകടപ്പെട്ട് ഞങ്ങളും അതിൻ്റെ ഉള്ളിലായി കിഴക്ക് അപ്പുറത്തൊക്കെ ആയി തീർന്നു ഇവിടെ തന്നെ. പിന്നെ ഞങ്ങൾ ഏതോ ഈശ്വരാനും കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു വലിയ വള്ളം ഇങ്ങനെ പടിഞ്ഞാറുന്ന് തിരയടിച്ച് വരും, ഞങ്ങളുടെ നേരെ വരുന്നുണ്ട്. അവർ തെങ്ങിലടിച്ച് 2ആയിട്ട് അങ്ങ് പിളർന്നു പോയി. അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു തള്ളയും മോനും കൂടി അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് വിളി വയ്ക്കുകയാണ്, അടിയിലോട്ട് പോകുന്നത്. അത് നമ്മുടെ ഇവിടെ ചെമ്പകശ്ശേരി ചന്ദ്രൻ്റെ ഭാര്യയും മോനും കൂടിയാണ്, മൂത്ത മോനും കൂടി. പക്ഷേ ഞങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താനൊക്കെ അതില്ല, അതിനുള്ളിൽ വള്ളം അങ്ങ് പോയി. ഇഞ്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊന്ന് അതിൽ വടക്ക് ഒരു വള്ളം അടിഞ്ഞ് പിന്നെ ഞാൻ ആ സ്വിച്ച് കടിച്ച് പിടിച്ചുകൊണ്ട് റോപ്പിട്ട് കെട്ടി വലിച്ച് ഇഞ്ചൻ നടത്തിയത്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കിഴക്ക് കായലരികിന് മിക്കവാറും പേരെല്ലാം വന്ന് കുറേ പേര് ഒഴുകിപ്പോയി. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് മിക്കവാറും ഒരു 10-400ഓളം പേരെ ഞാൻ കിഴക്കാക്കി. ഇതിനുള്ളിൽ വെള്ളത്തിലാണ്ട് പോകുന്ന പലരെയും രക്ഷപ്പെടുത്തി. നമ്മുടെ കണ്ണിൽ കാണാതെ പോയവരെ പിന്നെ മരണപ്പെട്ടുള്ളൂ. ഇതിനുള്ള അപ്പുറത്ത് ശാന്തൻ എന്ന് പറയുന്ന അവിടെ ഒരു ഭാര്യയും മോളും കൂടി ഒരു മരക്കഷ്ണത്തിൽ പിടിച്ച് കിടക്കുന്നു. ഓടി വന്ന് പൊക്കിയെടുത്തപ്പോൾ മോള് മരിച്ചുപോയി. തള്ളെ ചടന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ പലരെയും കയ്യും കാലും എല്ലാം കണ്ട് ഈ തൊണ്ടും തേങ്ങയും തടിയും കൊണ്ടൊന്നും കാണാൻ വയ്യാതെ പോയി. അപ്പോൾ എൻ്റെ കൂടെ ഈ പുതുമംഗലത്ത് ഗിരീശൻ ഉണ്ടായിരുന്നു ഒരു സഹായിയായിട്ട് ഈ വള്ളത്തിൽ. അപ്പോൾ അയാൾ പറയുന്ന വാക്കിന് ഞാൻ വള്ളം ഓടിച്ചോണ്ട് വന്ന് കൊടുത്താൽ ഓരോരുത്തരെയും പൊക്കി വള്ളത്തിലിട്ടത്. അങ്ങനെ പലരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി. അതുപോലെ ഇവിടെ വേറെ ഒരു 2-3 ഫ്ലൈവർ, ബാലു എന്ന് പറയുന്നൊരു അവിടെ ഫ്ലൈവർ ഉണ്ടായിരുന്നു, അപ്പുറത്ത് മുരളി. അപ്പം ഞങ്ങൾ 4 ഫ്ലൈവർ ഇതിന് സജീവമായിട്ട് തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ അപകടം വരുമെന്ന് ഞങ്ങൾക്ക് ഏതോ ബോധ്യമായി. ജീവിതത്തിൽ ഇതേവരെ കണ്ട് ഈ 55 വയസ്സിനുള്ളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ക്രമാതീതമായിട്ട് വെള്ളം പറ്റിപ്പോകുന്നു. അപ്പോൾ നേരത്തെ 2 പ്രാവശ്യം തികച്ച് കയറിയിട്ടും പിന്നെ അതുപോലെ തന്നെ പറ്റിപ്പോകുന്നു. എന്നാൽ കടൽ കായൽ പോലെ കിടക്കുകയാണ്, വെള്ളം പറ്റിപ്പോകുന്നു, തേപ്പ് കയറുന്നു. അപ്പോൾ അപകടം ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളിത് പെരുമാറി. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ജീവൻ രക്ഷിക്കാനെത്തും. എല്ലാവരും ഒരുപാട് പേര് മരിച്ചു പോയിരുന്നു ഇവിടെ ഈ ഭാഗത്ത്. എനിക്ക് മാത്രമല്ല, എന്നെ പോലെയുള്ള പലർക്കും മനസ്സിലായി. അതാണ് ഈ വള്ളം കരയിരുന്ന 2 വള്ളം ഞങ്ങൾ ഒരുപോലെ പിടിച്ച് വെള്ളത്തിലിടാൻ കാര്യം. ഇത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ തീരം. ഈ തീരത്തുയർന്ന മനുഷ്യവംശത്തിന്റെ മഹാവിലാപം ഇനിയും ശമിച്ചിട്ടില്ല. മൂത്ത മോളുടെ മുടി മാത്രമേ എന്നിട്ട് ഞാൻ കണ്ടുള്ളൂ, മുഖം പോലും കണ്ടിട്ടില്ല. ഇളയ മോളെ കണ്ടതേ ഇല്ല. ഈ 2 പാർട്ടിക്കാരും മരിച്ചിട്ട് ഒരു സഹായം എനിക്ക് കിട്ടിയില്ല. സ്വന്തമായിട്ട് മുഖായി കൊണ്ട് ജോലിയെടുത്ത് വെച്ചൊരു വീടാണ് കിടക്കുന്നത്. ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയെ പോലെ അങ്ങനെ നടക്കുകയാണ്. ഇതിന് സർക്കാർ ഇനി ഞങ്ങൾക്ക് നല്ല നില വന്നില്ല. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് എനിക്കുണ്ട്. കാരണം ഞാൻ അത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിനോട്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ വേദത്തിൽ കൂടെ പത്രത്തിലെങ്കിലും കാണിച്ച് ഞങ്ങൾ അവൻ തരണമെന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ട്. എല്ലാ ജാതികളോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ വരെ ഇപ്പോഴും സർക്കാർ നമുക്ക് ഇന്ന് വരെ അനുഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എനിക്കിത്രേ പറയാനുള്ളൂ. ഇങ്ങനെ വരെ ഞാൻ ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റ് ആൾക്കാരോടും മറ്റ് ജാതിക്കാരോടും ഞങ്ങളുടെ സ്വജാതിയ സർക്കാർ എടുത്തില്ലെങ്കിൽ വേറുള്ള അനേക ആളുകളെ ഞങ്ങളെ സംരക്ഷിക്കാൻ വിളിക്കുന്നുണ്ട്. ആ വിളിയിലൂടെ ഞങ്ങൾ പോകാൻ തയ്യാറുമാണ്. ആര് വിളിച്ചാലും ഞാൻ, കാരണം എനിക്കിനി ഒന്നും നോക്കാനില്ല. 2 കുഞ്ഞുങ്ങൾ അവിടെ വിദ്യാഭ്യാസം ചെയ്യിക്കണം, എനിക്കൊന്ന് കഴിയണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. ഇരുപത്തിയേഴ് മുതൽ 28-29 തീയതികളിൽ വലിയ പ്രഖ്യാപനം നടന്നു. കായംകുളം CPCRIയിൽ വെച്ച് മന്ത്രിമാരും മറ്റു ഉന്നതതല ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത 2 നിയോജകമണ്ഡലങ്ങളിലെ MPമാരും MLAമാരും പങ്കെടുത്ത യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞത് പുലിമുട്ടോട് കൂടിയ കടൽ ഭിത്തി ഞങ്ങൾ നിർമ്മിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് പ്രകൃതിക്ക് അനുയോജ്യമായ, പ്രകൃതിയെ അധികം പീഡിപ്പിക്കാത്ത ഒരു തീരസംരക്ഷണ സമ്പ്രദായമാണ് പുലിമുട്ടെന്ന് പറയുന്നത്. അതിനോടൊപ്പം സീവാളും കൂടെ ആണെങ്കിൽ ഒരു പരുവത്തിന് തീരെ സംരക്ഷിക്കപ്പെടും. കാരണം
എല്ലാ വർഷവും കടൽ ഭിത്തി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതിലൂടെ നഷ്ടപ്പെടും. അതായത് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തീരസംരക്ഷണം ഈ കടൽ ഭിത്തിയിലൂടെ വേണ്ടി വരത്തില്ല. ആ കടൽ ഭിത്തി തകരാതെ നിലനിൽക്കുന്നതിന് അത് ഗുണം ചെയ്യും. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ CPCRI യോഗം കൂടി 31-ാം തീയതിയാണെന്ന് തോന്നുന്നു. 1-ാം തീയതി പത്രങ്ങളിലെല്ലാം പ്രിൻ്റ് ചെയ്ത് വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ കാണുന്ന ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വാർത്ത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഗവൺമെൻറ് ഒത്തിരി പുറന്നോട്ട് പോയതായിട്ട് കാണുന്നു. ഇവിടെ ഈ വീട്ടിലെ ഇതിനു മുമ്പ് മെമ്പറായിട്ടിരുന്ന സമയത്ത് അന്ന് മുതലാണ് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സീവാളിൻ്റെ പണിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ത് മെയിൻ്റനൻസ് വന്നാലും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ സീവാൾ ഇത്രയും ബലത്തിൽ നിൽക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇല്ല, എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിന് രാജു എന്ന് പറയും. രാജു മരിച്ചുപോയി കക്ഷി. രണ്ട് വർഷം അല്ലേ. ഇതിനു വേണ്ടിയൊക്കെ ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ തിരിഞ്ഞു വന്നതിന് ശേഷം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ വർഷാവർഷം സീവാളിടും. സീവാളിടുന്ന ഇതുപോലില്ല. എവിടെയെങ്കിലും 10 കല്ലുകൊണ്ട് വെച്ച് അതൊരു കടൽ വരുമ്പോൾ അടിച്ച് വീണ്ടും അത് കണ്ടില്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതാ വിഷയം. ഇതിൻ്റെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ വിഷയം വരുന്നില്ല. ഇത് മറിയുമ്പോൾ അടുത്ത കൊല്ലം കൂടി അതിൻ്റെ പുറത്ത് വെച്ചാലല്ലേ കല്ല് ഇതിൻ്റെ പുറത്ത് ഇരിക്കത്തുള്ളൂ. ഇത് ഇപ്പോഴത്തെ പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് സുനാമി തിരകൾ കനത്ത നാശം വിതച്ചിരിക്കുന്നത്. അഴിമതിയുടെ ദുർഗന്ധത്തിൽ പണിതുയർത്തിയ കടൽ ഭിത്തികളും സുനാമി അടിച്ചു നിരത്തി. ഇവിടെ ഈ 230 മീറ്റർ വർക്ക് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഒരു കരുനാഗപ്പള്ളിക്കാരനായ ഒരു കോൺട്രാക്ടർ ആകെ 2500 കല്ല് മാത്രമേ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ 230 മീറ്ററിൽ 5 ലോഡ് ചെറുകല്ലും എന്ന് പറയുമ്പോൾ ഇത് 5 യൂണിയനായിട്ടാണ് ഇതിൻ്റെ ലേബർ തൊഴിൽ ചെയ്യുന്നത്. ഈ 5 തൊഴിൽ കൈകാര്യം ചെയ്യുന്നതിൽ 20% തൊഴിൽ ഈ പ്രദേശവാസികളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിൽ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായി പ്രദേശവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തം ഇറക്കിയിട്ടുള്ള ഈ കല്ല് 5 ലോഡ് ചെറുകല്ല് എന്ന് പറയുമ്പോൾ 25 ലോഡ് ചെറുകല്ലും 2500 വലിയ കല്ലും മാത്രമേ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ സർക്കാർ അംഗീകരിക്കാത്ത 300 കല്ല് ഉൾപ്പെടെയാണ് ഈ 2500 കല്ല്. ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർക്ക് ബില്ല് മാറി പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻജിനീയേഴ്സിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ എൻജിനീയേഴ്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കടലിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ കടലിൽ മഷി കലക്കുക എന്നൊക്കെ പറയുന്നത് ആർക്കും ശ്രദ്ധയിൽ കിട്ടാൻ പറ്റുന്നൊരു വിഷയമല്ല. അതിനുവേണ്ടി പരാതിപ്പെട്ടാലും ഫലപ്രദമല്ല. ഞങ്ങൾ ഏഷ്യാനെറ്റുകാരെ അവർ കൊണ്ടുവന്നിട്ടൊക്കെ ഇതിൻ്റെ വാർത്തകളൊക്കെ കൊടുക്കുകയും എന്തെല്ലാം ചെയ്താലും ശരി പെറ്റെന്ന് ആ ഭാഗം അങ്ങ് അടയുകയാണ്. അപ്പോൾ അതിനെ തളയ്ക്കാനുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ടെൻഡർ എടുക്കുക, ഈ കോൺട്രാക്ടർമാർ ഷെഡ്യൂൾ പറയുന്ന വർക്ക് ചെയ്യാൻ ബാധ്യതരാണ്. അങ്ങനെ ചെയ്യാറില്ല. പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട ജനത്തിന് ഒരു നേരത്തെ കഞ്ഞി പോലും കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ എന്താ? വാഗ്ദാനങ്ങളില്ലേ വാരിക്കോരി കൊടുക്കാൻ? കേട്ടോളൂ. ഒരു 6 മാസം മാക്സിമം 3 മാസത്തിനകമെന്നാണ് ധരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ജീവനോപകരണങ്ങളെ കുറിച്ച് എന്താ പറയുക? അതിന് നഷ്ടപ്പെട്ട സർവേ നടത്തിയ ജീവനോപകരണങ്ങളും മുഴുവൻ ബന്ധുക്കളും നഷ്ടപ്പെട്ട ജീവനും ഒഴിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഉപകരണങ്ങളും മുഴുവൻ, അതുപോലെ നിങ്ങളുടെ വീടും ഒരു പക്ഷേ പലരെ സംബന്ധിച്ചും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നല്ല സ്ഥിതിയിലേക്ക് നിങ്ങളെ പുനരധിവസിപ്പിക്കും. ഇത് ഞങ്ങളെടുത്ത തീരുമാനമാണ്. നിങ്ങളെ ആരെയും ഒരാളെ ഞങ്ങൾ കൈപിടിയില്ല. നല്ല സുഖവാസ സ്ഥലമാണ്. സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുക. ഇനിയിപ്പോൾ ദുരന്തമുണ്ടായി, അതിൻ്റെ പേരിൽ ഈ സംഭവത്തിൽ ദയ തോന്നിയ ധാരാളം ആൾക്കാർ ധാരാളം സമ്പത്ത് വിവിധ ഏജൻസികൾക്കും ഗവൺമെൻറ്റിന് ഒഴുക്കി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് തന്നെ ഇതുകൊണ്ട് ഈ മരണങ്ങൾ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ധാരാളം ഫണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് വിവിധ മേഖലകളിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നീക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒത്തിരി വില്ലേജുകളുടെ പേര് പറയുന്നു. ഈ കടലിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളാണ് ദുരിതബാധിത മേഖലയായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഒരുപക്ഷെ അവർ സംരക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് കൊടുത്ത തുണിയുമായിട്ടോ അല്ലെ തുണിയില്ലാതെ നീന്തി കയറി ചെന്നവരെ അവർ സംരക്ഷിച്ചിട്ടുണ്ടാവും. അപ്പുറത്തുനിന്നുള്ളതിലുപരിയായി ഈ വെള്ളം കയറിയതിൻ്റെ പേരിൽ അങ്ങനെ ഒരു നാശം കിഴക്കൻ മേഖലകളിൽ ഉണ്ടായിട്ടില്ല. അവിടെ ജനങ്ങൾക്ക് ഞങ്ങളുടെ സഹാനുഭൂതി ഉണ്ടായിട്ടുണ്ട്, അവർ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലൊക്കെ കാണുന്നത് കുലശേഖരപുരം, ശാസ്താംകോട്ട, തൊടിയൂരൊക്കെ ദുരിതബാധിത മേഖലയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും ആലപ്പാടും ആറാട്ടുപുഴയും കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ മറ്റൊന്ന് പറയുന്നത് എല്ലാവിധമായ സംരക്ഷണവും കൊടുത്ത് ജനങ്ങളെ സംരക്ഷിക്കും, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും എന്നാണ് 27 മുതൽ പറഞ്ഞു തുടങ്ങിയത്. 26-ാം തീയതി ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും ഒരു മെഷീനറിയുടെ അതിൻ്റെ അർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഈ ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷിതമായിരുന്നാലും ശവം തരയുന്നതിനായിരുന്നാലും പിന്നീടുള്ളവർ അപകടത്തിൽപ്പെടാതിരിക്കുന്നതിനായിരുന്നാലും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെ അവരുടെ മനസ്സുമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സന്നദ്ധ സംഘടനകളും തുടർന്നുള്ള ദിവസങ്ങളിൽ സർക്കാർ കൈ കൊടുക്കുന്ന ബിസിനസ് ഇല്ല. സർക്കാർ എല്ലാ ചുമതല ഏറ്റെടുത്തുണ്ട്. അല്ല, ഇനി ക്ലിയർ ആയിട്ട് പറയണോ? സർക്കാർക്ക് നിങ്ങളെ കൈ കൊടുക്കാൻ സർക്കാർക്ക് ഒരു ഉദ്ദേശമില്ല. പകർച്ചവ്യാധികൾ തടയുന്നതിനായി ആരോഗ്യ വകുപ്പിന്റെ അറിയിപ്പ്. കുടിക്കുന്നതിനും ശരീരം വൃത്തിയാക്കുന്നതിനും പാത്രങ്ങൾ കഴുകുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനുമായി ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. കുടിക്കാൻ ഒരു തുള്ളി ജലം പോലുമില്ലാത്ത ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകാൻ എന്തെല്ലാം ഉപദേശങ്ങളാണ് ഈ വകുപ്പിനുള്ളതെന്നറിയാമോ? മലമൂത്ര വിസർജനത്തിനുള്ള ഒരു കക്കൂസ് പോലും ഇവിടെ അവശേഷിക്കുന്നില്ലെങ്കിൽ എന്താ? കക്കൂസിൽ ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരോട് പറയാതിരിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പിനാകുമോ? നമ്മുടെ സർക്കാർ വാഹനങ്ങൾ ഈ നിരത്തിലൂടെ തലങ്ങും വിലങ്ങും എത്ര ശുഷ്കാന്തിയോടെയാണ് ഓടുന്നതെന്ന് നോക്കൂ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ചുമ്മാ ഇങ്ങനെ ഹെൽത്തിന്റെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, വരുന്നു, ഇതെല്ലാം എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തിനാണ് ഇവരുടെ ആവശ്യം? അല്ലെങ്കിൽ ഈ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ പോകും, സർക്കാരിന്റെ വാഹനങ്ങൾ എന്ത് കാര്യത്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പോകുന്നു, അത്രേ ഉള്ളൂ. സർക്കാർ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം കണക്കില്ലാത്ത അഴിമതി നടത്താൻ വീണ് കിട്ടിയ അപൂർവ അവസരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്ന് ചിലരൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമോ? എൻ്റെ അനിയത്തിൻ്റെ 2 മക്കളും ഇതിനകത്ത് മരിച്ച് ഇവിടെയുള്ള വൻ പെരകളൊക്കെ 7-8 ലക്ഷം രൂപയുടെ പെരകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനിപ്പോൾ സർക്കാർ കൊടുക്കാൻ പോകുന്ന 75,000 പെര കൊടുക്കാൻ പോകും. അപ്പോൾ ഈ കാശുകളെല്ലാം പോകുന്ന വേറെ വല്ല മേഖലയിലും ഇപ്പം തന്നെ 5 കോടി രൂപ കണ്ടൊക്കെയെന്ന് പറഞ്ഞത് ഈ കർഷക മേഖലയ്ക്ക് തള്ളിമാറ്റി, സുനാമിയുടെ കാശ് തള്ളിമാറ്റുന്നു. ഇപ്പോൾ 2 കേരളം ഉണ്ടാക്കാനുള്ള കാശ് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ കാശ് ഈ മേഖലയിൽ തന്നെ വിനിയോഗിക്കണം. ഗതികേടിന് ഈ നാട്ടിലെ മന്ത്രിമാരായിപ്പോയി. അതുകൊണ്ടെന്താ മന്ത്രിമാർക്ക് ചിരിക്കാൻ വയ്യുന്നുണ്ടോ? ദുരിത മേഖലകൾ സന്ദർശിച്ച് മ്ലാനമുഖരായി വന്നു കയറിയ കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഒന്ന് ചിരിച്ചുപോയി. കേന്ദ്രം ആദ്യമായ കേരളത്തോട് കനിയുന്നതല്ലേ? എങ്ങനെ ചിരിക്കാതിരിക്കും? CPCRIയിൽ വെച്ച് കൂടിയ യോഗത്തിൽ പിന്നെ ഇവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി ഞങ്ങൾ ഈ പ്രദേശം വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായിട്ട് ഞങ്ങളതിൽ പങ്കെടുത്തവരാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അവിടെ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരം വിട്ടു പോകാൻ കഴിയില്ല, ഞങ്ങളുടെ തൊഴിൽ മത്സ്യബന്ധനമാണ്, തീരവുമായി ബന്ധപ്പെട്ടുള്ള സ്വച്ഛന്തമായ ജീവിതമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നാണ് അവിടെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കും, ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിലെങ്ങും ഒതുങ്ങാൻ മത്സ്യത്തൊഴിലാളിക്ക് പറ്റില്ല. കാരണം മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത് ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റത്തില്ല. അത് രാവിലെ ഉദ്യോഗത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ട് മാത്രം പോകുന്നൊരു സമൂഹത്തിന് രാത്രി വന്ന് കിടന്ന് ഉറങ്ങുന്നതിന് വേണ്ടി മാത്രമുള്ള സങ്കേതമാണ് ഈ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ്. അത് മത്സ്യത്തൊഴിലാളിക്ക് പറ്റത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. തീരദേശ സംരക്ഷണ നിയമം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുമെന്നാണ് കാര്യങ്ങൾ. അപ്പോൾ തീരദേശ സംരക്ഷണ നിയമം അനുസരിച്ചാണെങ്കിൽ ആ നിയമം എല്ലാ ക്ലോസിലും അംഗീകരിക്കാൻ മാത്രം ഗവൺമെൻറ് തയ്യാറാണ്. അന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രഡ്ജിങ് നടത്താൻ പാടില്ല, മൈനിങ് നടത്താൻ പാടില്ല. CRSഡിൽ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് നിയമവും സാധാരണക്കാരൻ്റെ വിഷയം വരുമ്പോൾ ആ നിയമമെല്ലാം അവന് വേണ്ടി പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് നിയമം ബാധകമല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾക്ക് പ്രദേശം വിട്ട് പോകാതെ തന്നെ സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി തരികയാണ് വേണ്ടത്. ഇപ്പോൾ അത്ര തീരത്തോടടുത്തല്ലെങ്കിലും ഈ റോഡിന് കിഴക്കുവശവും റോഡിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഭവനങ്ങൾ പുനർനിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഈ പരസ്യ ബാനറുകൾ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഉത്സവപ്പറമ്പല്ല. മലയാളിയല്ലേ, അല്പം മത്സരബുദ്ധി കൂടിയ ഇനമാ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ബാനർ കെട്ടുന്ന കാര്യത്തിലും അത് പ്രകടിപ്പിക്കാതിരിക്കാൻ നമുക്കാവില്ല.
ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്ന ഈ വഴിയിലൂടെ എന്തുമാത്രം വാഹനങ്ങളാണ് വന്നു പോകുന്നത്. ടൂറിസ്റ്റ് ബസ്സിൽ തെക്ക് വടക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു ബാനർ കൂടി കെട്ടിയാൽ അതൊരു പരസ്യവുമായി. തീരത്തെ പീഡിപ്പിച്ച തിരകളെ കാണാനെത്തിയവരാണ് വേറെ ചിലർ. കോടതിയുടെ മുന്നിൽ മര്യാദരാമൻ ചമഞ്ഞു നിൽക്കുന്ന പീഡനക്കേസിലെ പ്രതിയെപ്പോലെയാണെന്ന് അഴീക്കൽ തീരത്തെ കടൽ. എല്ലാവരും ഞങ്ങൾക്ക് സഹായം എത്തിച്ചു എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ ജാതിയോ മതമോ നോക്കാതെ മുസ്ലിംസ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ വന്ന് അവർ അന്വേഷിച്ചു. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ സംഘടനകളും. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോഴൊന്നും സഹായങ്ങൾ എത്തിയില്ല. ഇപ്പോൾ കിട്ടുന്നുണ്ട്. അന്നേരം ഒന്നും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും വന്നില്ല. പിന്നെ മന്ത്രിയൊക്കെ വന്നിരുന്നു. പിന്നെ അല്ലാതെ ഈ സംഘടനകളെ NDF എന്ന് പറയുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. പിന്നെ DYFIക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഘടനകൾ, എനിക്ക് പേര് RSSകാരുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സംഘടനകൾ ഞങ്ങൾക്ക് ഭക്ഷണം തരികയും വെള്ളം തരാനുള്ള ചൂടുവെള്ളം തരാനും പിന്നെ രാത്രി അവർ ഈ രാത്രി 12 മണിക്കൂറും ഞങ്ങളുടെ കാര്യങ്ങൾ വന്ന് നോക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് മാതാ അമൃതാനന്ദമയി മഠം തന്നെയാണ്. സംഭവം നടന്ന അന്ന് മുതൽ അപ്പം മുതൽ അമ്മ ഇവിടുത്തെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മുമ്പിൽ തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 17 ദിവസമായിട്ട് അതിൻ്റെ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും അമ്മ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. 3 മണിയോടുകൂടി നമ്മളന്ന് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം അക്കരെ ഇക്കരയിൽ നിന്നുണ്ടായിരുന്ന എല്ലാവരെയും ആശ്രമത്തിൽ ഭക്ഷണം, കുട്ടികൾക്ക് പാല്, പഴം, അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കുകയുണ്ടായി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കടപ്പുറത്ത് 17 കിലോമീറ്ററോളം വെള്ളാനത്തുരത്ത് മുതൽ അഴീക്കൽ വരെയുള്ള സ്ഥലത്ത് നമ്മൾ 22 ഭക്ഷണ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം 100 വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യാനും കൊണ്ടുപോകാനും അത് വേറെ വോളണ്ടിയേഴ്സ്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രിയിൽ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 6 മാസം മാക്സിമം 3 മാസത്തിനകമെന്നാണ് ധരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ജീവനോപകരണങ്ങളെ കുറിച്ച് എന്താ പറയുക? അതിന് നഷ്ടപ്പെട്ട സർവേ നടത്തിയ ജീവനോപകരണങ്ങളും മുഴുവൻ ബന്ധുക്കളും നഷ്ടപ്പെട്ട ജീവനും ഒഴിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഉപകരണങ്ങളും മുഴുവൻ, അതുപോലെ നിങ്ങളുടെ വീട് ഒരു പക്ഷേ പലരെ സംബന്ധിച്ചും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നല്ല സ്ഥിതിയിലേക്ക് നിങ്ങളെ പുനരധിവസിപ്പിക്കും. ഇത് ഞങ്ങളെടുത്ത തീരുമാനമാണ്. നിങ്ങളെ ആരെയും ഒരാളെ ഞങ്ങൾ കൈപിടിയില്ല. നല്ല സുഖവാസ സ്ഥലമാണ്. സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുക. വിശക്കുന്ന വയറിന് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, അവർക്ക് വിളമ്പേണ്ടത് ഭക്ഷണമാണ്. വിവേകാനന്ദനും മാർക്സും ക്രിസ്തുവുമെല്ലാം ഒരുമിച്ചുന്നയിച്ച ഒരേ ഒരു തത്വശാസ്ത്രം ഇതുമാത്രമാണ്. ഈ തത്വശാസ്ത്രം നടപ്പിലാക്കുക എന്ന മഹനീയോദ്യമത്തിൽ അഹോരാത്രം മുഴുകിയിരിക്കുകയാണ് അമൃതാനന്ദമയി മഠവും അവിടുത്തെ അന്തേവാസികളും. അവർക്ക് ചായ കൊടുക്കും. പിന്നെ 8-8:30 ഉള്ളിൽ തന്നെ ഭക്ഷണം ആവും. പിന്നെ കൊച്ചു കുട്ടികൾക്ക് പാല്, ബിസ്ക്കറ്റ് കൊടുക്കും.
ഒരു 12:30 ആകുമ്പോഴേക്കും ഭക്ഷണം എത്തും. 4 മണിക്ക് ചായ, എന്തെങ്കിലും പഴം പൊരിച്ചതോ എന്തെങ്കിലും അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും. കൊച്ചു കുട്ടികൾക്ക് അപ്പോഴും പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. രാത്രി കഞ്ഞി. മെഡിക്കൽ ടീമിൻ്റെ കൂടെ 7 ആംബുലൻസ് വാൻ ഉണ്ടായിരുന്നു. അത് ICU സംവിധാനത്തോടു കൂടിയുള്ള ചെറിയ ഓപ്പറേഷൻ വരെ ചെയ്യാൻ പറ്റുന്ന വാനുകളായിരുന്നു അവ. 10 ഡോക്ടർമാരും അവരെ സഹായിക്കാനുള്ള നേഴ്സും അസിസ്റ്റന്റ്മാരും അതിലുള്ള ടീമായിരുന്നു. ഈ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഓരോ മെഡിക്കൽ ക്യാമ്പും സന്ദർശിച്ച് അവർക്ക് വേണ്ട മരുന്നും ചികിത്സയും നൽകി വന്നിരുന്നത്. ഇപ്പോഴും കടപ്പുറത്ത് അവർ മെഡിക്കൽ ഡോക്ടേഴ്സ് 2 ക്യാമ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓരോ സ്ഥലത്തും സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഇന്ന് 15 ദിവസമായി. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു വസ്ത്രത്തിനോ എണ്ണയ്ക്കോ സോപ്പിനോ മരുന്നിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മരുന്നിൻ്റെ കാര്യമാണ് ഏറ്റവും ഞങ്ങൾക്കെടുത്ത് പറയാനുള്ളത്. ഇവിടെ വന്നതിൽ പലരും ഇന്നിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയല്ല അന്ന്. എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തെ പെൺപിള്ളേരെന്ന് പറയുമ്പോൾ ഇവിടെ തന്തേവാസികൾ വളരെയേറെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പലരും താങ്ങിയിരുത്തി വെള്ളം കൊണ്ട് തരികയും പലയിടത്തും ഓടി നടക്കി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാനും കാര്യം പറയാനും തൻ്റെ ഇടമായി തന്നെ സത്യം പറ അമ്മ ചെയ്യുന്നെങ്കിൽ തന്നെയും ആ പെൺകുഞ്ഞുങ്ങളെ വേണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ടത്. 12 അടി നീളം 12 അടി വീതിയിലുള്ള അക്കോമഡേഷനും അതിന് ഡോറും കാറ്റ് വെളിച്ചം കയറത്തക്ക രീതിയിൽ നിങ്ങൾക്കുള്ള മിനിമം എക്യുപ്മെൻറ്റ്സ് പാചകത്തിനും എല്ലാമുള്ള മിനിമം എക്യുപ്മെൻറ്റ്സോട് കൂടിയും അവിടെ കയറ്റത്തുള്ളൂ. അതിനങ്ങനെ ഉള്ള തയ്യാറെടുപ്പിലാണ് കളക്ടർ ചെയ്തിരിക്കുന്നത്, ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഈ അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിട്ടില്ല. ഒരു വാർഡിൻ്റെ മെമ്പർ, ഞാൻ 5-ാം വാർഡിൽ ആലപ്പാട് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ ആ മെമ്പർ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുപോലെ ബ്ലോക്കിൻ്റെ മെമ്പർ ഇല്ലേ, ബ്ലോക്കിലെ ഉദ്യോഗസ്ഥർ ഇല്ലേ, പഞ്ചായത്ത് പ്രസിഡൻ്റന്മാർ അതുപോലുള്ള ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല. ജില്ലാ കളക്ടറാണെങ്കിൽ 100 സ്ഥലത്തും പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പത്രത്തിൽ ഡെയിലി വായിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാമ്പിൽ ഇന്ന് വരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ അതിൽ കുറച്ച് താമസം വരും. ഇത്ര വലിയ ഒരു 3600 വേണ്ടേ ഞങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ക്ഷമ കാണിപ്പിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി പിന്നെ കൂടാതെ ഈ ഓരോ വീട്ടുകാർക്ക് ഓരോ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ആവണം. ഞങ്ങൾക്കാണ് ഈ വൈദ്യസഹായം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ക്യാമ്പിലും ഇല്ലെങ്കിൽ ആശുപത്രി കടന്നവർക്കൊക്കെ 5000 രൂപ വീതം കൊടുത്തെന്ന് പറഞ്ഞു. ഈ ക്യാമ്പിൽ ഇന്ന് വരെ അർഹതപ്പെട്ടവർക്കും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാരുടെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ് ക്യാമ്പിൽ ഇരിക്കെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ക്യാമ്പിൽ ഇരിക്കെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് ആൾക്കാർ ഞങ്ങൾ ബന്ധുക്കൾ വീട്ടിൽ പോയെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആനുകൂല്യം കിട്ടില്ല എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഗവൺമെൻറ് ക്യാമ്പായെങ്കിലും പ്രൈവറ്റ് ക്യാമ്പായെങ്കിലും മറ്റ് NGOമാരോ മറ്റ് മഠംകാരോ ആറ് നടപ്പിലാക്കുന്ന ക്യാമ്പിൽ ആറ് താമസിക്കെങ്കിലും നമ്മുടെ വിക്ടിംസ് ആയാൽ മതി, അവർക്ക് ആനുകൂല്യം കിട്ടും. ബന്ധുക്കളുടെ വീട്ടിൽ രജിസ്ട്രേഷൻ മതി, അതെല്ലാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിക്കെങ്കിൽ അവർക്കും ആനുകൂല്യങ്ങൾ കിട്ടും. അവർ നമ്മുടെ വിക്ടിം എന്ന വിഷയം നമുക്ക് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. അതുപോലെ വളരെ ദയനീയ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കുള്ളത്. ലോകം മുഴുവൻ നടന്ന് ഗവൺമെൻറ് പിരിക്കുന്നു. സുനാമിയുടെ പേര് പിരിക്കാത്തിടവെങ്ങുമില്ല. പക്ഷേ സുനാമി ബാധിച്ച് കഷ്ടത്തിൽ കഴിയുന്നവർക്ക് ആർക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് അമ്മ ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായിരുന്നേന്. കാരണം ഞങ്ങൾക്ക് ഇതുപോലെ മരുന്ന് കിട്ടാതെ മണ്ണ് കിട്ടാതെ ഏതെങ്കിലും ക്യാമ്പിൽ ചെന്ന് കിടന്ന ഒരു പായി കൊടുത്ത് 5 പേരൊക്കെ അവിടെ കഴിയുന്നത്. ഞങ്ങൾ 5-6 പായിട്ട് ഇന്നിവിടെ കഴിയുന്നുണ്ട്. ഞങ്ങൾക്കാന്ന് ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ഒരു കുഞ്ഞുമുണ്ടെന്ന് ഇഷ്ടമല്ലെങ്കിൽ ഓടി മൂളത്തെ നിലയിപ്പോൾ അവിടെ കിടക്കും സ്വസ്ഥത നോക്കി. അപ്പോൾ അത്രയും സൗകര്യം ഞങ്ങൾക്ക് ഇന്ന് അമ്മയുള്ളത് കൊണ്ട് കിട്ടിയതാണ്. മറിച്ച് മറ്റുള്ള ക്യാമ്പിലാരും ഞങ്ങളിൽ പലരും കാണത്തില്ലായിരുന്നേനു. ആ സർക്കാർ ഞങ്ങളെ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോ മുഖ്യമന്ത്രിയോ അതുപോലുള്ള എല്ലാ മന്ത്രിമാരും എല്ലായിടത്തും പോയി. ഒരൊറ്റ പ്രാവശ്യം ഇവിടെ ഒരു MLA വന്നു. അന്ന് ഞങ്ങൾ ഇതുപോലെ പരാതി പറപ്പം നാളെ വരാൻ പണ്ടുപോട്ട് ഇതുവരെ കണ്ടില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് സൈക്കാട്രിക് ഡോക്ടർമാരെ വരുത്തിയിട്ടുണ്ട്. അവർ കുട്ടികളെ കണ്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ഒരു മനസ്സിന് ധൈര്യം പകരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് അമ്മ കുട്ടികളെ കൊണ്ട് പടം വരപ്പിക്കാൻ പറഞ്ഞിരുന്നു. കുട്ടികൾ പടം വരച്ചു. ഇതെന്താണ് ഈ ചിത്രം? എന്താണിത്? ഇത് അമൃതാശ്രമമാണല്ലേ? ഇത് വീട്. ശരി. അമൃതാശ്രമത്തിൻ്റെ താഴെ വരെ വെള്ളം വന്നിട്ടുണ്ട് അല്ലേ? എന്താ വരച്ചേക്കണേ? ഇത് തേൻ കുടിച്ചോണ്ടിരുന്ന ചിത്രശലഭം പറന്നു പോകുന്നതായിട്ടും കടൽ വന്ന് ഈ വീടിൽ അടിച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ തെറിച്ച് പോകുന്നതും ജനലൊക്കെ പോകുന്നതായിട്ടും. ഒരു ചിത്രശലഭം വന്ന് പൂവിലിരുന്നിട്ട് തേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുനാമി വന്നത്. അപ്പോൾ ചിത്രശലഭം പേടിച്ച് പറന്നു പോവാം. അപ്പോൾ ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടാൻ ആൾക്കാർ ഓടുന്നു.
വീട്ടിലെ പാത്രങ്ങളെല്ലാം അടിച്ച് ചെതറാണ്, വേലിയൊക്കെ തകർന്നു പോയി. അമ്മ എന്താ വരച്ചേക്കണേ? സുനാമി വന്നപ്പോൾ വൃക്ഷങ്ങളും വീട്ടിലുള്ള പാത്രങ്ങളും റോഡിലൂടെ പോയ വാഹനങ്ങളും നഷ്ടപ്പെട്ടത്. അതല്ലേ. ഇപ്പോൾ ഇവിടെ അമ്മ ഒന്നേരം ടെറസിൻ്റെ മുകളിലായിരുന്നു. അതല്ലേ. പാത്രങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നുണ്ട്. തെങ്ങൊക്കെ വീണ് മറിഞ്ഞു കിടപ്പുണ്ട്. ഇതെന്താ, ഒരു വാഹനത്തിൻ്റെ ചക്രമാണ്. ചക്രം ഊരി തെറിച്ച് പോവാണ്. വീട് മറിഞ്ഞു പോയി അല്ലേ? ഇതെന്താ, വീട് പൊളിഞ്ഞു പോയി അല്ലേ? തെങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ഇല്ല, നിറയെ തേങ്ങയായിട്ട്. തെങ്ങനെ സുനാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതാണ് വരുന്നത്, സുനാമി വരുന്നത് ഇതാണ് അല്ലേ? എന്താ പേര്? അനീഷിന് പടമൊന്നും വരയ്ക്കാൻ മേലായിരുന്നു. സുനാമി കണ്ടോ? നേരിട്ട് കണ്ടോ? എന്നിട്ടെന്താ വരയ്ക്കാത്ത? ഇനി വരയ്ക്കുമോ? ഒരു കടലാസം മേലെ നിന്ന് വരയ്ക്കാമോ? വരയ്ക്കാം അല്ലേ? കുട്ടികളുടെ മുഖത്തു നിന്നും മാഞ്ഞു പോയിരുന്ന ചിരിയും കളിയും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അമൃത ക്യാമ്പിലെ സന്യാസിനിമാരുടെ സംരക്ഷണത്തിൽ അവർ സുനാമിയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആർമി ക്യാമ്പിലെ പട്ടാളക്കാരെ മലയാള പത്രം വായിച്ചു കേൾപ്പിക്കുന്നു. എല്ലാരും കൂടെ വന്ന് ഇയാളെ വെടിവെച്ച് കൊന്നു. അയാൾ വെടിയേറ്റപ്പോ തന്നെ ഇല്ലേ മരിച്ചു. ഇയാൾ പോലീസിന്റെ പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് പ്രത്യേക അന്വേഷണ സംഭവത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. സുദർശന്റെ മരണത്തിന്റെ മുഖ്യമന്ത്രി ജയലളിത അനുശോചിച്ചു. പക്ഷേ ഇനി എന്ത്? ഇവിടെ ഇങ്ങനെ ഇനിയും എത്ര നാൾ? നല്ല സുഖവാസ സ്ഥലമാണ്. സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുക. MLA വാഗ്ദാനം കേട്ടല്ലോ. സംശയം വേണ്ട, 6 മാസത്തിനുള്ളിൽ നമ്മുടെ സർക്കാർ ഇവരെയെല്ലാം ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഊട്ടിയോ കൊടൈക്കനാലോ എവിടെ വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കിത്തരാം. അതുമല്ലെങ്കിൽ ഫ്ലാറ്റ്. പാലും തേനും ഒഴുകുന്ന ആ സുഖവാസ കേന്ദ്രത്തിന്റെ സ്വപ്നങ്ങൾ വിറ്റ് പലരുടെയും പോക്കറ്റിലേക്ക് കോടികൾ ഒഴുക്കാനുള്ള ഈ കനകാവസരമുണ്ടാക്കി കൊടുത്ത സുനാമിക്ക് നന്ദി പറയുന്നവർ ചിലർ മാത്രമല്ല, പലരുമാണ്.